ഹായ് ഓൾ വെൽക്കം ബാക്ക്. നബീസുമ്മ മണാലിക്ക് ട്രിപ്പ് പോയതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാരിയുടെ റീല് ഞങ്ങൾ പേഴ്സണലി എൻജോയ് ചെയ്തൊരു റീലായിരുന്നു. ഞങ്ങൾ കുറേ പ്രാവശ്യം കണ്ടൊരു റീലായിരുന്നു കേട്ടോ. പക്ഷേ അതിന് ശേഷം ഒരു മഹത് വ്യക്തി രംഗത്ത് വന്നേക്കുകയാണ്. പുള്ളിക്കാരി അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല, അത് ചെയ്തത് ഭയങ്കര തെറ്റായിപ്പോയി എന്നൊക്കെ പറഞ്ഞ് ഒരു സീൻ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. പുള്ളിക്കാരൻ്റെ പിക്ക് കൊടുക്കുക, പക്ഷേ വീഡിയോ ഇട്ട് വെറുപ്പിക്കുന്നില്ല. അത് കേട്ടിട്ടുണ്ടാവും, അത് ഈ ഇടയ്ക്ക് കുറേ പോയിട്ടുണ്ട്. ഉസ്താദ് പറയുന്നത് 25 വർഷം മുന്നേ ഭർത്താവ് മരിച്ചിട്ടുള്ള ഈ ഒരു ഉമ്മ ഇങ്ങനെ ട്രിപ്പ് പോയത് ശരിയായില്ല. മണാലിയിൽ മഞ്ഞിൽ കളിക്കുന്നതൊക്കെ വീഡിയോ കണ്ടിട്ട് അത് ശരിയായില്ല എന്നാണ് പറയുന്നത്. ആ പുള്ളിക്കാരിയുടെ മക്കളുടെ കൂടെ സ്വന്തം പൈസയിൽ സ്വന്തം ഇതിൽ അവിടെ പോയി എൻജോയ് ചെയ്ത വീഡിയോ നമ്മളിപ്പോൾ ഒരാൾ ഹാപ്പി ആവുന്നത് കണ്ടാൽ നമ്മൾ സന്തോഷിക്കും. ഞങ്ങളൊക്കെ സന്തോഷിക്കുന്ന ആൾക്കാരാണ്. പക്ഷെ അങ്ങനെ തോന്നാതെ ഇങ്ങനെ വന്ന് കുറ്റം പറഞ്ഞ്, അത് റമദാൻ മാസമാണ്, ഒരു സദസ്സിൽ നിന്നുകൊണ്ട് ഒരു സ്ത്രീയുടെ ഇറച്ചി ഇങ്ങനെ പച്ചക്ക് തിന്നാ പറഞ്ഞാൽ അതിന് ഇത്തിരി തൊലിക്കെട്ടി വേറെ തന്നെ വേണം. ആ ഉമ്മ ഒരു സൈഡിലിരുന്നിട്ട് ദിക്റും സലാത്തും ചെല്ലണോ വേണ്ടിയോ, അതും പുള്ളിക്കാരിയുടെ മാത്രം തീരുമാനമാണ്. 25 വർഷം മുന്നേ, അല്ലെങ്കിൽ ഇപ്പോൾ ഭർത്താവ് മരിച്ച സ്ത്രീകൾ, അതും മുസ്ലിം സ്ത്രീകൾ എവിടെ യാത്ര ചെയ്യാൻ പാടില്ല, മക്കളുടെ കൂടെയോ ഇഷ്ടമുള്ള ആൾക്കാരുടെ കൂടെയോ ഫ്രണ്ട്സിൻ്റെ കൂടെയോ എവിടെയും പോകാൻ പാടില്ല എന്ന് പറയുന്നത് വൃത്തികെട്ട ഒരു പരിപാടിയാണെന്ന് ഞാൻ പറയത്തുള്ളൂ. കാരണം അത് അവരുടെ ഇഷ്ടമാണ്. ഒരു ഭർത്താവ് മരിച്ചിട്ട് അവരുടെ തെറ്റുകൊണ്ടോ അല്ല. ഭർത്താവ് മരിച്ചു എന്ന് കരുതിയിട്ട് എനിക്കിനി ഒരു ഹാപ്പിനെസ്സും വേണ്ട, ഒന്നും വേണ്ട, യാത്ര ചെയ്യേണ്ട, ഞാൻ എവിടെയെങ്കിലും ഒരു ഇരുട്ടുമുറിയിൽ ഇരിക്കണം എന്നുള്ളൊരു ഇതൊന്നും ആരും ചൂസ് ചെയ്യേണ്ട ഇതൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എവ്രി വൺ ഡിസേർവ്സ് ഹാപ്പിനെസ്. ഇപ്പോൾ ഒരാൾ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അത് അയാളും പടച്ചവനും തമ്മിലായിക്കോളും. അല്ലാതെ അതിൻ്റെ ഇടയിൽ വന്നിട്ട് ഒരു മാനേജർ കളിച്ചിട്ടോ നിങ്ങൾ ചെയ്തത് ശരിയായില്ല, നിങ്ങൾ ചെയ്തത് ഇങ്ങനെ എങ്ങനെയായി പറഞ്ഞിട്ട് ഒരു സ്ത്രീനെ ഇങ്ങനെ പച്ചറിച്ച് തിന്ന് ഇങ്ങനെ ഇരുന്ന് കുറ്റം പറയേണ്ട കാര്യമൊന്നുമില്ല. അത് പറഞ്ഞതിന് ശേഷം ന്യൂസിൽ അവരുടെ മകൾ തന്നെ വന്നിട്ടുണ്ടായിരുന്നു. ഇതിനൊരു റിപ്ലൈ കൊടുത്തിട്ട് പുള്ളിക്കാരിക്ക് ഭയങ്കര സങ്കടമായി എന്നുള്ള രീതിക്ക് പറഞ്ഞിട്ട് അത് ഞങ്ങളിവിടെ പ്ലേ ചെയ്യാം. ഇവിടെ അടുത്തൊരു ബന്ധു മരണപ്പെട്ടിട്ട് ആ മരണപ്പെട്ട വീട്ടിൽ ഉമ്മക്ക് പോകാൻ പറ്റുന്നില്ല. കാരണം ആടെയുള്ള ആളുകൾക്ക് അറിയേണ്ടത് മരിച്ച ആളുടെ കാര്യങ്ങളല്ല. ഉസ്താദ് ഇങ്ങനെ പറഞ്ഞല്ലോ, ഉസ്താദ് അങ്ങനെ പറഞ്ഞല്ലോ, നിങ്ങളെന്താ അങ്ങനെ ചെയ്തത് എന്നുള്ളതാണ് അറിയേണ്ടത്. അത് ഇന്നലെ ആ ഒരു സമയത്ത് ഉമ്മ അനുഭവിച്ചത് നമുക്ക് പറഞ്ഞ എങ്ങനെ തരേണ്ട എനിക്കറിയില്ല. ഉമ്മ കരയായിരുന്നു ഇവിടുന്ന്. കാരണം അത്രയും ഉമ്മ പ്രയാസത്തിലാണ് ഉണ്ടായത്. നമ്മളൊരു എന്തോ തെറ്റ് ചെയ്തിട്ടേ പിന്നെ അങ്ങനെ വന്നിട്ടുള്ള ഒരാളെ പോലെയാണ് കാണുന്നത്. ഉമ്മ ആകെ ചെയ്തത് ഒരു യാത്ര പോയി. ആ യാത്ര പോയ ആ സമയത്ത് ഉണ്ടായൊരു സന്തോഷം. ഉമ്മാക്ക് ഇൻസ്റ്റാഗ്രാമിനെ കുറിച്ചോ യൂട്യൂബിനെ കുറിച്ചോ ഒന്നും അറിവുള്ള ആളല്ല. ഈ ഓഡിയോ കേട്ടിട്ട് നിങ്ങൾക്ക് എന്താ പറയാൻ തോന്നിയെന്ന് കമന്റ് ബോക്സിൽ പറയണം കേട്ടോ. കാരണം അവരവരുടെ കുടുംബത്തിന്റെ ഒപ്പം പോയി അതിന് ഇങ്ങനെ ഒരാൾ വന്നിട്ട് ഇങ്ങനെ ക്രിട്ടിസൈസ് ചെയ്ത് പറഞ്ഞ് ഭയങ്കര ജഡ്ജ്മെന്റലായിട്ട് നെഗറ്റീവ് പറഞ്ഞ് ഇങ്ങനെ ഇതാക്കേണ്ട ഒരു കാര്യമില്ല. മതം എന്ന് പറയുന്നത് ഞാൻ കേട്ടറിവ് വെച്ചിട്ട് പീസ്, സമാധാനം സ്പ്രെഡ് ചെയ്യുന്നത്, സന്തോഷം സ്പ്രെഡ് ചെയ്യുന്ന ഇങ്ങനത്തെ ഒരു സംഗതിയാണല്ലോ നമ്മൾ കേട്ട് വരുന്നത്. പക്ഷെ കണ്ടിട്ട് ഭയങ്കര ജഡ്ജ്മെന്റലായിട്ട് ഭയങ്കര ഹേറ്റ്രഡ് സ്പ്രെഡ് ചെയ്യുന്ന, എന്താ പറയുക, ഇസ്ലാം മതത്തിലുള്ള സ്ത്രീകൾ തികച്ചും സന്തോഷിക്കാൻ പാടില്ല എന്ന് സ്പ്രെഡ് ചെയ്യുന്ന ഒരു രീതിക്കാണ് ഇപ്പം വന്നത്. പുള്ളിക്കാരൻ എന്തോ അടിമക്കണ്ണുകളായിട്ട് ഇരിക്കണം പെണ്ണുങ്ങളോ, അവിടെ പോയാൽ ആരെങ്കിലും മരിച്ചാലൊക്കെ നമ്മുടെ മരണം വരെ ഒരു റൂമിൽ ഇരുട്ടുമുറിയിൽ ഇരിക്കണം എന്നാണെന്ന് തോന്നുന്നു. ഇപ്പം ആവുമ്പോൾ ഒരു ട്രിപ്പ് പോയി, അത് കണ്ടിട്ടാണ് ഈ പ്രശ്നമൊക്കെ ഉണ്ടായത്. അപ്പോൾ ഉസ്താദ് എന്ത് ചെയ്യുക, ഉസ്താദ് നേരെ മണാലിക്ക് ഒരു ടിക്കറ്റ് എടുക്കുക. നിങ്ങൾ ആരും ഒന്നും പറയൂല, അവിടെ പോവുക, എൻജോയ് ചെയ്തിട്ട് വരിക. അപ്പോൾ ഉസ്താദിൻ്റെ വായിൽ നിന്നും മനസ്സിൽ നിന്നും കുറച്ച് സന്തോഷവും ഹാപ്പിനെസ്സും പോസിറ്റിവിറ്റിയൊക്കെ സ്പ്രെഡ് ചെയ്യും. അതേ വായിന്ന് വരത്തുള്ളൂ. അപ്പോൾ കേൾക്കുന്ന ആൾക്കാർക്കും എന്തെങ്കിലും ഒരു പോസിറ്റിവിറ്റി ഒക്കെ ഫീൽ ചെയ്താലോ, ഇങ്ങനെ ഇത്ര നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്ത് ഒരാളെ വിഷമിപ്പിക്കുന്നതിന് പകരം അപ്പോൾ അതൊന്ന് ഉസ്താദ് ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പോൾ ഒരാൾക്ക് സന്തോഷിക്കാനാണെങ്കിലും യാത്ര ചെയ്യാനാണെങ്കിലും അതിനിപ്പോൾ പ്രത്യേകം ക്രൈറ്റീരിയ വെക്കേണ്ട കാര്യമൊന്നുമില്ല. അതിപ്പോൾ ഏത് പ്രായത്തിലാണെങ്കിലും ഏത് മതത്തിലാണെങ്കിലും, ഇപ്പോൾ ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ ആരും ആയിക്കോട്ടെ, ഇപ്പോൾ മക്കളില്ലെങ്കിലും ഭർത്താവില്ലെങ്കിലും അവർക്ക് ഒരു ട്രിപ്പ് പോകണം, അല്ലെങ്കിൽ അവർക്ക് ഒരു സ്ഥലത്ത് പോകണം, ഒരാളുടെ കൂടെ ഇത്തിരി ടൈം സ്പെൻഡ് ചെയ്യണം. ഇതിനൊക്കെ ഇങ്ങനെ വന്ന് പറയേണ്ട ഒരു കാര്യമില്ല. കാരണം അവരുടെ ലൈഫാണ് അവരുടെ കയ്യിലിരിക്കുന്നത്. ഇപ്പം എൻ്റെ ലൈഫ് എൻ്റെ കയ്യിലിരിക്കുന്ന പോലെ. അപ്പോൾ തൊട്ടേനും പിടിച്ചതിനൊക്കെ ഇങ്ങനെ കുറ്റങ്ങൾ കണ്ടുപിടിക്കാതെ, ഇപ്പോൾ പെണ്ണായിക്കോട്ടെ ആണായിക്കോട്ടെ, ഭർത്താവില്ലാതായിക്കോട്ടെ ഭാര്യ ഇല്ലാതായിക്കോട്ടെ മക്കളില്ലാതായിക്കോട്ടെ, അവർ യാത്ര ചെയ്യണം അല്ലെങ്കിൽ അവർ സന്തോഷിക്കുന്നുണ്ടെങ്കിൽ അത് കാണുമ്പോൾ, ഇപ്പോൾ ഞങ്ങളെപ്പോലത്തുള്ള സാധാരണ ആൾക്കാർക്ക് അത് കണ്ടപ്പോൾ സന്തോഷം തോന്നി, അതുപോലെ ഇത് കാണുമ്പോൾ നമ്മൾ ചൊറി വരാതെ മറ്റുള്ളവരെ സന്തോഷത്തിൽ സന്തോഷിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ വി ആർ ബിൽഡിങ് എ ബെറ്റർ സ്പേസ്. സോ ഉസ്താദ് ഹാപ്പി ആയിരിക്കും. ഇനി വായിന്ന് കുറച്ചെങ്കിലും സന്തോഷം നിറയുന്ന വാക്കുകളും പോസിറ്റിവിറ്റി വരുമെന്ന് പ്രതീക്ഷയൊന്നുമില്ല, പ്രാർത്ഥിക്കാം.